ഒരു സൂത്രം കാണിക്കാവേ. ചിലങ്ക അത്രയ്ക്ക് വല്ല ഇതൊന്നുമല്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചിലങ്ക കേട്ടോ. എനിക്ക് കുറച്ച് പഴയ ഇതിന് മണികൾ കിട്ടിയായിരുന്നേ. അപ്പം ഹന്നൂട്ടിക്കും ഞാൻ ആനിവേഴ്സറി യൂത്ത് ഫെസ്റ്റിവലിന് പേരും ചേർത്തായിരുന്നു. അപ്പം എൻ്റെ ഒരു പഴയ ചിലങ്ക ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതും അവൾക്ക് അത്രയും ഭാരമൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ ഭയങ്കര വെയിറ്റാണ് അതിന്. അപ്പം എൻ്റെ കയ്യിൽ ഇരുന്ന് മണി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ചിലങ്കയാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതിൻ്റെ ശാസ്ത്രവശമൊന്നും അറിയത്തില്ല കേട്ടോ. ഇത്ര എണ്ണം ഈ മണിയൊക്കെ ഇത്ര എണ്ണം വേണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അവർക്കൊരു തൽക്കാലം ഒന്ന് കെട്ടാൻ ഒരു ക്യൂട്ട് അല്ലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കട്ടിക്ക് കാർഡ്ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തത്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. എൻ്റെ അവൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹന്ന ഗ്ലോറി. ഇത് കണ്ട, ഇതിൻ്റെ മണിക്കൊക്കെ കളറ് ക്ലാവ് പോലെയൊക്കെ ഉണ്ട്. ഓട് എങ്ങോട്ടാണെന്ന് തോന്നുന്നു, ക്ലാവ് പോലെയൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. കേട്ടോ, അവളുടെ കാലിന് പാകം കേട്ടോ, കൊണ്ടുവന്നും കിടത്തില്ല. നല്ല ലൈറ്റ് വെയിറ്റാണ്, അടിപൊളിയാണ്. കോസ്റ്റ്യൂം പകുതി ആയതേ ഉള്ളൂ, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു കൈയും ഈ സൈഡ് വെക്കാനുണ്ട്. പിന്നെ ഫ്രണ്ടിലും കുറച്ച് ഗോൾഡൻ ക്ലോത്ത് വെക്കാനുണ്ട്. ഇത്രയും ആക്കിയെടുത്തു. കണ്ടോ, ഇങ്ങനത്തെ കൊട്ട അതായിരുന്നു. അതിനെ നമ്മൾ തൽക്കാലം ഇത്രയും വരെ കോലത്തിലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയോടെ ഒന്ന് സെറ്റാക്കി എടുക്കാവേ. ആദ്യം ഇങ്ങനെ സൈഡിൽ ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നേ, പിന്നീട് വൃത്തികേടായതുകൊണ്ട് പറിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ബാസ്ക്കറ്റിന് കളർ കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്കെച്ച്, കട്ടിയുള്ള നല്ല മാർക്കറുള്ള സ്കെച്ച് വെച്ച് അടിച്ച് നോക്കി. പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയൊന്നും ചെയ്യാഞ്ഞുകൊണ്ട് ഫൈനലി ഞാനിങ്ങനെ വാട്ടർ കളർ വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്തായിരുന്നേ. ഇത് പിറ്റേ ദിവസം കേട്ടോ, നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസമാണ്. അപ്പം മേക്കപ്പ് ഇടലാണ്. ഞാൻ തന്നെയാണ് മേക്കപ്പും. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ അറിയാമെന്നൊക്കെ വെച്ചെങ്കിൽ പിന്നെ ഫോക്ക് ഡാൻസ് അല്ലേ, അപ്പോൾ ഇച്ചിരി എല്ലാം കൂടുതലായിട്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തട്ടിക്കൂട്ടുമാണ്. സ്കൂളിലൊക്കെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹന്നൂട്ടിയുടെ ചെസ്റ്റ് നമ്പറൊക്കെ വിളിച്ച് അങ്ങനെ ഹന്നൂട്ടി ഇത് സ്റ്റേജിൽ നിൽക്കുകയാണേ. ഞങ്ങൾക്കാണ് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെ കളിക്കും എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അവൾ നന്നായിട്ട് കളിച്ചു കേട്ടോ. നന്നായിട്ട് ചിരിച്ചു, എല്ലാം നല്ല സൂപ്പറായിട്ട് കളിച്ച്.
എഫ്രൂട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമായിട്ട് ഞങ്ങൾ 1-2 കാണിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങ് പോകുന്നായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് കിട്ടി കേട്ടോ. ഹന്നൂട്ടിക്ക് ഡാൻസിന് ഫസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നാൽ പിന്നെ ഹന്നൂട്ടിക്ക് ഒരു സർപ്രൈസായിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു ടോയ് ഷോപ്പിൽ കയറി. അവിടെ ജെഫ്രൂവിന് ഒരു ടോയ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് തന്നെ ഹന്നൂട്ടിക്ക് കൊടുക്കാമെന്നോർത്ത് ഞങ്ങളത് മേടിച്ചു കേട്ടോ. ഇത് അന്നക്ക് എത്രയാണെന്നറിയോ? ഫസ്റ്റ് മേടിച്ചതിനുള്ള സമ്മാനോ? അന്നക്ക് ഫസ്റ്റ് ഡാൻസ് കളിച്ചില്ല ഇന്ന് പോയിട്ട്. ഫസ്റ്റ് ആണ് ടീച്ചർ വിളിച്ചു പറഞ്ഞത്. ഇനി അടുത്ത് തന്നെ ചേട്ടാ കാണിക്കേ. ഹന്നൂട്ടിക്ക് സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എഫ്രൂവിനും ഒരു നോട്ടം ഉണ്ട് അതിൽ. അങ്ങനെ അവൾ അതൊക്കെ വെച്ച് കളിക്കുവാണ്. പിന്നെ ഞാൻ തംബ്ലൈനിൽ പറഞ്ഞിട്ടില്ലേ ഭയങ്കര കോസ്റ്റ്യൂമിൻ്റെ വിലയെക്കുറിച്ച്. അതെന്ത് ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് എങ്ങനെ ഇത്ര വിലയായെന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ സമയമായപ്പം ഫാൻസി ആയിട്ടുള്ള മാലയൊന്നും കാണാഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശരിക്കുമുള്ള സ്വർണ്ണത്തിൻ്റെ മാലയാണ് നെക്ലേസ് ആയിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടത്. അതിൻ്റെ വിലയാട്ടോ തംബ്ലൈനിൽ കണ്ടേക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.